അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാനിലെ ഏറ്റവും വിശിഷ്ടമായ ഒരു രാത്രിയാണ്, അല്ലെങ്കിൽ ഈ വർഷത്തിലെ തന്നെ ഏറ്റവും വലിയ രാത്രിയാണ്, നല്ല രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് നമുക്കറിയാം. ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് പറയുമ്പോൾ മഹാഭക്തനായ ശംഊനുൽ ഖാസി റളിയല്ലാഹു അൻഹു, ബനൂ ഇസ്രായേലിലെ വലിയ ഒരു മഹാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ചരിത്രം പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അതിങ്ങനെ ചുരുക്കി പറയാം. ശംഊനുൽ ഖാസി എന്ന് പറയുന്ന മഹാഭക്തനായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട അദ്ദേഹം പകൽ മുഴുവനും നോമ്പനുഷ്ഠിക്കുകയും ധർമ്മസമരം ചെയ്യുകയും ഒരു താടിയെല്ലിൻ്റെ ആ താടിയെല്ല് കൊണ്ടാണ് അദ്ദേഹം യുദ്ധം ചെയ്തിരുന്നതും അതിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിന് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം ലഭിച്ചുകൊണ്ടിരുന്നത്. രാത്രി മുഴുവനും നിസ്കാരം ഉൾപ്പെടെയുള്ള ഇബാദത്തുകളിൽ അദ്ദേഹം മുഴുകിക്കൊണ്ടിരുന്നു. അങ്ങനെ ശത്രുക്കൾ അദ്ദേഹത്തെ പല നിലക്കും കീഴ്പ്പെടുത്താൻ നോക്കിയിട്ടും ഒരിക്കലും സാധിച്ചില്ല. ശത്രുക്കൾ അദ്ദേഹത്തെ കൊണ്ടുപിടിച്ച ശ്രമത്തോടുകൂടി കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ചുളിവിലൂടെ സമീപിച്ചുകൊണ്ട്, നിങ്ങളുടെ ഭർത്താവിനെ കൊന്നു തന്നാൽ നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്ന പാരിതോഷികങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. അതിൽ കണ്ണ് മഞ്ഞളിച്ചു പോയ കപടയായ ആ ഭാര്യ അതിന് സമ്മതിച്ചെങ്കിലും എനിക്ക് അത് അസാധ്യമാണെന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തെ വകവരുത്താനുള്ള ഞങ്ങളുടെ ശ്രമത്തിൽ താങ്കളുടെ സഹായം ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ തലകുലിക്ക് സമ്മതിച്ചു. അവർ ഒരു വലിയ വടവുമായി, ഒരു കയറുമായി വന്നു. ആ കയറ് ഭാര്യയുടെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് കൈകാലുകൾ കൂട്ടിക്കെട്ടാൻ നിർദ്ദേശിച്ചു. പറഞ്ഞതുപോലെ ഭാര്യ അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് കൈകാലുകൾ കൂട്ടിക്കെട്ടിയെങ്കിലും ആ സമയത്ത് അദ്ദേഹം ഉറക്കത്തിൽ ഉണരുകയും ആരാണ് എന്നെ ബന്ധനസ്ഥനാക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൾ ഒരു കപട ചിരിയോടുകൂടി, ഒരു കള്ള ലക്ഷണത്തോടു കൂടി അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ആരോഗ്യം എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു പരീക്ഷണം നടത്തിയതാണ്. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. ആ ശ്രമം പരാജയപ്പെട്ടപ്പോൾ ഒരു ചങ്ങലയാണ് ശത്രുക്കൾ ആ മഹാന്റെ ഭാര്യയ്ക്ക് കൊണ്ടേ കൊടുത്തത്. ഭാര്യ അങ്ങനെ അവർ ഉറങ്ങുന്ന സമയത്ത് ആ മഹാന്റെ കയ്യും കാലും പഴയതുപോലെ കെട്ടുകയുണ്ടായി, ബന്ധനസ്ഥനാക്കുകയുണ്ടായി. ആ സമയത്ത് ഉണർന്ന അദ്ദേഹം ആദ്യം ചോദിച്ചതുപോലെ ചോദിക്കുകയാണ്, ആരാണ് എന്നെ ബന്ധനസ്ഥനാക്കുന്നത്? അപ്പോൾ ആ ഭാര്യ പറഞ്ഞു, പഴയതുപോലെ തന്നെ പഴയ പല്ലവി ആവർത്തിച്ചു, നിങ്ങളുടെ ആരോഗ്യം പരിശോധിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. ആദ്യത്തെ പ്രാവശ്യം അദ്ദേഹത്തെ കയറുകൊണ്ട് കെട്ടിയപ്പോൾ രണ്ട് കൈകളൊന്ന് കുടഞ്ഞപ്പോൾ തന്നെ ആ കയറുകൾ കഷ്ണമായി പൊട്ടിച്ചിതറി അദ്ദേഹം രക്ഷപ്പെടുകയുണ്ടായി. രണ്ടാമത്തെ പ്രാവശ്യവും അദ്ദേഹം ഒന്ന് നിവർന്നപ്പോൾ തന്നെ ആ ബലിഷ്ഠമായ ചങ്ങല പൊട്ടിത്തെറിച്ച് അദ്ദേഹം രക്ഷപ്പെടുകയാണുണ്ടായിരുന്നത്. ആ സമയത്ത് അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ട ഒരാളാണ്. എൻ്റെ മുടി കൊണ്ടല്ലാതെ എന്നെ തകർക്കാൻ ഈ ലോകത്ത് മറ്റൊരു ശക്തിക്കും സാധ്യമല്ല എന്ന് അദ്ദേഹം പറയുകയും, ഇത് മനസ്സിലാക്കിയ ഭാര്യ അദ്ദേഹം ഉറങ്ങിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശിരസിൽ നിന്ന് ഏതാനും മുടികളെടുക്കുകയും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈയും കാലും കെട്ടിയിടുകയും ഒട്ടും അവസരം പാഴാക്കാതെ ശത്രുക്കളെ വിവരമറിയിക്കുകയും ചെയ്തു. ശത്രുക്കൾ വന്ന് വളരെ ആവേശത്തോടു കൂടി അദ്ദേഹത്തെ കൊല്ലാമെന്ന് കരുതി വരികയും അദ്ദേഹത്തിൻ്റെ നേരെ പാഞ്ഞെടുത്ത അവർ അദ്ദേഹത്തെ തൊട്ടടുത്ത് കണ്ട ഒരു കെട്ടിടത്തിൻ്റെ തൂണിൽ കൊണ്ടുപോയി ചേർത്ത് കെട്ടുകയാണ് ഉണ്ടായത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണും മൂക്കും ചുണ്ടും കൈകാലുകളും ചെവിയും ഒക്കെ അവർ ഛേദിച്ചു കളഞ്ഞു. ഈ സമയത്ത് അള്ളാഹു അദ്ദേഹത്തോട് ഒരു സന്ദേശം കൊടുത്തു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്താണോ ചോദിക്കാം, ആ ഉത്തരം ഞാൻ നൽകാമെന്നായിരുന്നു അള്ളാഹുവിൻ്റെ ഓർഡർ. അള്ളാഹുവിനോട് അദ്ദേഹം ചോദിച്ചത്, എന്നെ കെട്ടിയിടപ്പെട്ട ഈ തൂണിനൊന്ന് ചലിപ്പിക്കാനുള്ള ശക്തി അള്ളാഹുവെ എനിക്ക് തരണമെന്നാണ്. അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുകയും ആ തൂണ് അദ്ദേഹം ശക്തിയോടുകൂടി ചലിപ്പിച്ചപ്പോൾ ആ കെട്ടിടം ഒന്നാകെ തകർന്ന് തരിപ്പണമാവുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യ, വഞ്ചകയായ ഭാര്യ ഉൾപ്പെടെ ശത്രുക്കളെല്ലാവരും അതിൽപ്പെട്ട് നാമാവിശേഷമാവുകയുണ്ടായിരുന്നു. വളരെ അത്ഭുതകരമെന്ന് പറയട്ടെ, ശംഊനുൽ ഖാസി എന്ന് പറയുന്ന ഇസ്രായേലിൽപ്പെട്ട ഈ മഹാനുഭാവനെ അള്ളാഹു രക്ഷപ്പെടുത്തി. ഈ ചരിത്രം പുണ്യസഹാബത്തിന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒലിക്കുകയുണ്ടായി. അഅ്മാറു ഉമ്മത്തി ബൈന 60 വ 70, എൻ്റെ സമുദായത്തിൻ്റെ ആയുസ് ശരാശരി 60ൻ്റെയും 70ൻ്റെയും ഇടയിലാണല്ലോ. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ 63 വയസ്സ് വരെയാണ് ജീവിച്ചത്. എന്നാൽ നൂഹ് നബി ഇസ്ലാമിനെ നമുക്കറിയാം, 950 വർഷമാണ് അദ്ദേഹം പ്രബോധനം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ സമുദായത്തിനും ഏകദേശം ആവേശമൊക്കെ ഉണ്ടാവും. അങ്ങനെ മറ്റു പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ അങ്ങനെയാണ്. ഒരുപാട് കാലം ജീവിച്ച് അവരുടെ പുണ്യങ്ങൾ കൊയ്തുകൂട്ടി. എന്നാൽ സാധുക്കളായ ഞങ്ങൾ വളരെ കുറഞ്ഞ ആയുസ് മാത്രം ജീവിക്കുന്ന ഞങ്ങൾക്ക് ഈ വലിയ പുണ്യം എങ്ങനെ കരസ്ഥമാക്കാൻ പറ്റുമെന്ന ആശങ്കയ്ക്കിടയിലാണ് ഇന്ന അൻസൽനഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഖദ്ർ അവതരിച്ചത്. ഞാൻ ചുരുക്കി പറയുകയാണ്, പ്രിയമുള്ളവരെ, ഈ രാത്രി വളരെ വലിയ
മഹത്വമുള്ളൊരു രാത്രിയാണ്. വിശ്വാസികളായ നമുക്ക് അല്ലാഹു തആല സമ്മാനമായി നൽകിയ ഒന്നാണ്. ഈ രാത്രിയുടെ പ്രത്യേകതകൾ ഒരുപാടുണ്ട്. അന്നത്തെ രാത്രി അഥവാ ഈ രാത്രി വർഷത്തിൽ ഏതൊരു ദിവസവും വരാമെന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ റമദാനിലാണ് കൂടുതൽ സാധ്യത. അത് തന്നെ അവസാനത്തെ 10 കൂടുതൽ സാധ്യത എന്ന് പറയപ്പെടുന്നു. ഒറ്റയിട്ട രാവുകളിലാണ് കൂടുതൽ സാധ്യത എന്ന് നമ്മുടെ ഇമാമായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായം 21 രാവിലോ 23 രാവിലോ ആണെന്നാണ്. 27 രാവിലാണ് എന്ന് ഏറ്റവും വലിയ മുഫസ്സിരീങ്ങളിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ മകനായ പിതൃവിപുത്രനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വലിയ തഫ്സീർ രചിച്ച മഹാനാണ്. ബാല്യകാലത്ത് തന്നെ ഏകദേശം 13 വയസ്സിൽ തന്നെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശീർവാദത്തോടു കൂടി വലിയ പണ്ഡിതനാക്കണമെന്നും വലിയ മുഫസ്സിറുകളിൽ പെടുത്തണമെന്നും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ച മഹൽ വ്യക്തിത്വമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അഭിപ്രായപ്പെട്ടത് 27 രാവാണെന്നാണ്. അത് ബലപ്പെടുത്തുന്ന കുറേ നമ്മുടെ പണ്ട് മുതലേ അനുഷ്ഠിച്ചു പോരുന്നതും കരുതി പോരുന്നതും പണ്ഡിതന്മാരുടെയും ഒക്കെ അഭിപ്രായം 27 രാവാൻ. എന്നാൽ ഇമാം നബവി റളിയല്ലാഹു അൻഹു അദ്ദേഹം ചില്ലറക്കാരനല്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് വെള്ളപ്പാത്രവുമായി പുലരുവോളം ദാഹിച്ചുമ്മക്ക് വെള്ളം കൊടുന്ന് ഉമ്മയെ ഉണർത്താതെ നിൽക്കുകയും ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക് വിധേയമായി ഖൈറായ പ്രാർത്ഥന കൊണ്ട് ലോകപ്രസിദ്ധ പണ്ഡിതനായിത്തീർന്ന ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതൊരു പ്രത്യേക ദിവസം കണക്കാക്കാൻ പറ്റുകയില്ല. പിന്നെ ഓരോ വർഷവും ലൈലത്തുൽ ഖദ്റിന്റെ ദിവസം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. ഏതായാലും ഹദീസിൽ പറഞ്ഞ പല അഭിപ്രായങ്ങൾ 25 29 ഒക്കെ പറഞ്ഞ അഭിപ്രായങ്ങൾ ഇമാം നബവി റളിയല്ലാഹുവിൻ്റെ അഭിപ്രായത്തോടു കൂടി നമുക്ക് ജംഅ ചെയ്യാൻ പറ്റും. കാരണം അത് ഓരോ വർഷത്തെയും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന കണക്കുകളാണെന്ന് ജംഅ ചെയ്തിട്ടുണ്ട് പല പണ്ഡിതന്മാരും. എന്നാൽ അബൂ ഹസനിൽ പിന്നെ ഷാദിലി റളിയല്ലാഹുവിനെ പോലെയുള്ള മഹാന്മാർ പറഞ്ഞത് ഓരോ ദിവസം തുടങ്ങുന്നതിനനുസരിച്ചാണ്. ഇപ്പോൾ നമ്മുടെ ഈ വർഷം റമദാൻ തുടങ്ങിയത് മാർച്ച് 2 ഞായറാഴ്ചയാണ്. ഞായറാഴ്ച റമദാൻ തുടങ്ങിയാൽ 29-നായിരിക്കും 29 രാവിനായിരിക്കും ലൈലത്തുൽ ഖദ്ർ എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാലും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് 27 രാവ് തന്നെയാണ്. ഏതായാലും അങ്ങനെ ഒരു പ്രത്യേക ദിവസം നിശ്ചയിക്കപ്പെടാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ദിവസം നിശ്ചയിച്ചാൽ അന്ന് മാത്രം ഇബാദത്തിൽ മുഴുകി മറ്റു ദിവസങ്ങൾ അലസരായിരിക്കാൻ സാധ്യതയുണ്ടല്ലോ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഒരു ദിവസത്തെക്കുറിച്ച് അറിയിപ്പ് നൽകിയെങ്കിലും ആ അറിയിപ്പ് സ്വഹാബത്തിന് അറിയിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് 2 ആളുകൾ അവിടെ സണ്ട കൂടുകയായിരുന്നു. സണ്ടയുള്ളിടത്ത് കച്ചറയുള്ളിടത്ത് ബറക്കത്തില്ലല്ലോ. അതുകൊണ്ട് ആ വിവരം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽബിൽ നിന്ന് അള്ളാഹു എടുത്തു മാറ്റിയെന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്നാലും അവസാനത്തെ ഒറ്റയിട്ട രാവുകളിൽ പ്രതീക്ഷിക്കാനാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുള്ളത്. ഈ രാവിൻ്റെ പ്രത്യേകത ഞാൻ ചുരുക്കി പറയുകയാണ്. അന്നത്തെ ദിവസം ഒരു ശാന്തസുന്ദരമായിരിക്കും. പൗർണമി രാവിനെ പോലെ പിന്നെ ശോഭയുള്ളതായിരിക്കും. മാത്രമല്ല കൊടുങ്കാറ്റോ അതുപോലെ തന്നെ പേമാരിയോ ഉണ്ടാവുകയില്ല. കുറഞ്ഞ ഒരു ലളിതമായ മഴയോ ഒരു ബ്രീസ് ഒരു സുഗന്ധമായ ഒരു ഇളം തെന്നലോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നക്ഷത്രങ്ങളുണ്ടാവും. അന്ന് കൊള്ളിയാൻ മിന്നുകയില്ല. പക്ഷേ നക്ഷത്രപൂരിതമായ ആകാശമായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ പിറ്റേന്നത്തെ രാത്രി പിറ്റേന്നത്തെ പകലിൽ സൂര്യോദയം സാധാരണഗതിയിൽ സൂര്യൻ ഉദിക്കുന്നത് പിശാചിൻ്റെ 2 കൊമ്പുകൾക്കിടയിലാണ്. എന്നാൽ അന്നത്തെ ദിവസത്തെ സൂര്യോദയം അങ്ങനെയായിരിക്കുകയില്ല. മാത്രമല്ല സൂര്യകിരണങ്ങൾ മങ്ങിയതായിരിക്കുമെന്നും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്നാണ് വിശുദ്ധ ഖുർആനിനെ അള്ളാഹു ആദ്യമായി ലൗഹുൽ മഹ്ഫൂദിൽ എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ ഒന്നാം ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിലേക്കാണ് ഖുർആൻ ഒരൊറ്റ ഗഡുവായി മുഴുവനായും അള്ളാഹു ഈ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രി ഇറക്കിയിട്ടുള്ളത്. പിന്നെ 23 സംവത്സരങ്ങളിലായി പല സാന്ദർഭികമായ ഖുർആൻ ഇങ്ങനെ അവതരിക്കുകയാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ തുടക്കവും ലൈലത്തുൽ ഖദ്റിലാണെന്ന് കിതാബുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഫീ ലൈലത്തുൽ ഖദ്ർ ഖദ്റിൻ്റെ രാത്രി അഥവാ നിർണയ രാവ് എന്ന് പറയപ്പെടാനുള്ള കാരണം മലക്കുകൾ കൂടുതലായി തിങ്ങി നിറഞ്ഞതുകൊണ്ടാണ്. സലാമുൻ ഹിയ ഹത്താ സലാമുൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹത്താ മത്ലഇൽ ഫജ്ർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അത് ഫജ്ർ സ്വാദിഖ് വരെ രക്ഷയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള മലക്കുകളുടെ കൂട്ടം അഥവാ മുദബ്ബിറുൽ ഉമൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന മലക്കുകൾ ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫിൽ അലൈഹിസ്സലാം, അസ്റായിൽ അലൈഹിസ്സലാം ഇവരാണ് മുദബ്ബിറുൽ ഉമൂർ. ഇവരാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അല്ലാഹു തആല നമ്മുടെ ഓരോരുത്തരുടെയും
പിന്നെ ആയുസ്സും ആരോഗ്യവും മറ്റെല്ലാ കാര്യങ്ങളും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും 4-ാം മാസത്തിൽ കണക്കാക്കിയിട്ടുണ്ടെങ്കിലും എല്ലാ ഷഅബാൻ 15 ബറാഅത്തിൻ്റെ രാവിൽ അള്ളാഹു അതൊക്കെ ഒന്ന് പുനർനിർണയിക്കും. എന്നാൽ അതെല്ലാം രേഖപ്പെടുത്തി അതിൻ്റെ കയ്യും കണക്കും കൊടുത്ത് അത് നടപ്പിലാക്കാൻ വേണ്ടി കൽപ്പിക്കുന്നത് ലൈലത്തുൽ ഖദറിലാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഇതുമായി ജോലിയാക്കപ്പെട്ടത് മുദബ്ബിറുൽ ഉമൂർ എന്ന് പറയപ്പെടുന്ന പ്രഗത്ഭരായ ഈ 4 മലായിക്കത്താണ്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം വർറൂഹു ഫിഹാ എന്ന് പറയുന്നുണ്ട്. റൂഹ് എന്ന് പറയുന്നതിന് പല വ്യാഖ്യാനങ്ങളുണ്ടെങ്കിലും മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് മലക്കുകളുടെ രാജാവായ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ പേര് എടുത്തു പറഞ്ഞത് എന്ന് കിതാബുകളിലൊക്കെ കാണാൻ പറ്റും. ഈ ജിബ്രീൽ അലൈഹിസ്സലാം ഉൾപ്പെടെ മലായിക്കത്ത് സിദ്റത്തുൽ മുൻതഹയിൽ നിന്നാണ് അവർ വരുന്നത്. അങ്ങനെ മുഅ്മിനീങ്ങൾ താമസിക്കുന്ന ഓരോ വീടുകളിലും കയറിയിറങ്ങുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്കൊക്കെ വേണ്ടി സലാം പറയുകയും അവർക്കൊക്കെ വേണ്ടി പിന്നെ അവരുടെ കൈകളിൽ ചുംബിക്കുകയും, പ്രത്യേകിച്ച് നോമ്പ് തുറപ്പിച്ച ആളുകളുടെ കൈകളിൽ ചുംബിക്കുകയും ചെയ്യുമെന്നൊക്കെ പിന്നെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ കൈകൾക്ക് ചുംബനം ലഭിച്ച ആളുകൾക്ക് ഒരു പ്രത്യേക ആനന്ദവും അവരുടെ മുഖത്തൊരു തെളിച്ചവും ഉണ്ടാകുമെന്നൊക്കെ കിതാബുകളിലുണ്ട്. ഈ ജിബ്രീൽ അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള മലായിക്കത്തുകൾ ഭൂമിയിലെ ഓരോ സ്ഥലത്തും സുജൂദ് ചെയ്യുകയും റുക്കൂ ചെയ്യുകയും അങ്ങനെ മത്ലഉൽ ഫജർ സോദി കുതിക്കുന്നത് വരെ ഈ ശാന്തസുന്ദരമായ രാത്രി ഉണ്ടാവുമെന്ന് നമുക്ക് കിതാബുകൾ, ഗ്രന്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാനുള്ള കാരണം ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞതിൽ 9 അക്ഷരങ്ങളുണ്ട്. ഖദർ സൂറത്തിൽ മൊത്തം 30 പദങ്ങളാണുള്ളത്, 30 കെലിമത്തുകളാണുള്ളത്. ആ 30 കെലിമത്തുകൾ 30 നോമ്പുകളെ സൂചിപ്പിക്കുന്നു. അതിൽ ലൈലത്തുൽ ഖദർ 3 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞത് 9 അക്ഷരങ്ങളാണ്. 3, 9, 27. അങ്ങനെയാണ് 27-ാം രാവ് എന്ന് അദ്ദേഹം മറ്റു പല കണക്കുകളും മറ്റു പല അലാമത്തുകളും വെച്ചുകൊണ്ട് 27-ാം രാവ് അദ്ദേഹം ഉറപ്പിച്ചത്. മഹാനായ മുഫസ്സിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത് മുഖവിലൊക്കെ എടുക്കണം എന്ന് മാത്രമല്ല, നമ്മൾ അത് കരുതി ആ ദിവസം മാത്രം കാത്തു നിൽക്കാതെ എല്ലാ ദിവസങ്ങളും ലൈലത്തുൽ ഖദർ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ളതാണ്. ഏകദേശം 80 വർഷത്തിൽ ചില്ലാൻ 83.5 വർഷം ഒരാൾ ജീവിച്ച ആ സമയത്ത് അദ്ദേഹം ചെയ്ത ഇബാദത്തുകൾ ഒരൊറ്റ രാത്രിയിൽ ഖുർആൻ ഓതിയാൽ 1000 മാസങ്ങൾ ഖുർആൻ ഓതിയ പ്രതിഫലമാണ്. ഒരൊറ്റ നിസ്കാരം ആ രാത്രി നിർവഹിച്ചാൽ 1000 മാസങ്ങളിൽ നിസ്കരിച്ച പ്രതിഫലമാണ്. ഇനി ഇതിനൊന്നും കഴിയാത്ത ആളുകളാണെങ്കിൽ അന്നത്തെ രാത്രിയിലെ മഗ്‌രിബും ഇശാഉം സുബ്ഹും ജമാഅത്തായി നിർവഹിച്ചാൽ, അന്ന് പള്ളിയിൽ ഇഅ്തികാഫിരുന്നാൽ അത് തന്നെ ആ രാത്രിയുടെ ഏകദേശം അയാൾ കരസ്ഥമാക്കിയെന്ന് കിതാബുകളിൽ കാണാൻ പറ്റും. അള്ളാഹുവിൻ്റെ പിന്നെ ഓരോ വിധിവിലക്കുകളുമായിട്ടാണ് മലക്കുകൾ അന്ന് രംഗപ്രവേശനം ചെയ്യുന്നത്. ഓരോ മലായിക്കത്ത് ഇറങ്ങുമ്പോൾ ഓരോ മലായിക്കത്തുകൾ ആകാശത്തേക്ക് വാനലോകവാസികളായ മലക്കുകൾ കയറി ചെല്ലുകയും അള്ളാഹുവിനോട് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. അങ്ങനെ എന്തുകൊണ്ടും പുണ്യകരമാക്കപ്പെട്ട ലൈലത്തുൽ ഖദർ അത് ഈ സമുദായത്തിന് വേണ്ടി അള്ളാഹു തന്ന സമ്മാനമാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളുമടക്കം അതൊരിക്കലും പാഴാക്കി കളയരുത് എന്ന് ഞാൻ ആദ്യം എൻ്റെ നഫ്സിനോടും പിന്നെ നിങ്ങളോടും കൂടി ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിനെക്കുറിച്ച് വീണ്ടും ഒരുപാട് പറയാനുണ്ട്, ഞാൻ ചുരുക്കി പറയുകയാണ്. അള്ളാഹു പിന്നെ ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കുന്ന മുത്തഖികളിൽ എന്നെയും നിങ്ങളെയും നമ്മളെ ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.